അപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അൽ വലാ വൽ ബറ ആയിരുന്നു. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, കൂറ് പുലർത്തലും ബന്ധവിച്ഛേദനവും, അള്ളാഹുവിനോട് സ്നേഹിക്കുന്നവരോട് കൂറ് പുലർത്തലും അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരോട് ബന്ധവിച്ഛേദനവുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ നമ്മൾ സത്യനിഷേധികളോടുള്ള നിലപാടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ സത്യനിഷേധികളായ മാതാപിതാക്കളോട് എങ്ങനെ വർത്തിക്കണമെന്ന് നമ്മൾ വായിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സത്യനിഷേധികളോടുള്ള ബന്ധവിച്ഛേദനം അത് മതത്തിലാണ്, ദീനിലാണ്, ദുനിയാവിലല്ല. അത് നമ്മൾ മാതാപിതാക്കളുടെ വിഷയത്തിലും വായിച്ചു. നമ്മൾ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് വായിച്ചു. വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചാൽ നീ അവരെ അനുസരിക്കരുത്. അപ്പം അത് മതപരമായ കാര്യമാണ്. ശിർക്ക് ചെയ്യാൻ നിന്നോട് കൽപ്പിച്ചാൽ അനുസരിക്കരുത്. വസാഹിബുഹുമാ ഫി ദുനിയാ മാറൂഫൻ. എന്നാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ അവരോട് ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും ഹൈറായ രീതിയിലും ജീവിക്കണം, അവരോട് കരുണ കാണിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഇത്രയുമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അൽ ബറ എന്ന് പറഞ്ഞ ബന്ധവിച്ഛേദനാണ്. അള്ളാഹും അവൻ്റെ ദൂതനും സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്ന എല്ലാറ്റിനെയും ഒഴിവാക്കുന്നതാണ് അൽ ബറ, ബന്ധവിച്ഛേദനം. അപ്പോൾ നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഈ പുസ്തകം 3 അടിസ്ഥാന തത്വങ്ങൾ, അതിൻ്റെ ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ളയുടെ വിശദീകരണമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയുന്നു, ഇനി നമ്മൾ സത്യനിഷേധികളോടുള്ള വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബന്ധവിച്ഛേദനത്തിലെ ഒഴിവെന്താണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ളയുടെ വിശദീകരണം, അള്ളാഹു പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹി കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദാ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ. നിങ്ങൾക്ക് ഇബ്രാഹീമിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരിലും ഉത്തമമായ ഒരു മാതൃക ഉണ്ടായിട്ടുണ്ട്. അവർ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്താണത്? നിങ്ങളുമായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായുമുള്ള ബന്ധത്തിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവായവരാകുന്നു. ഇതാണ് ബറാഅ്. ഇത് മതപരമായ കാര്യത്തിലാണ്. നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമാവുകയും ചെയ്തിരിക്കുന്നു. ഇത് സൂറത്ത് മുംതഹിനയിലെ 60-ാം അധ്യായം 4-ാം വചനമാണ്. അതേപോലെ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാ ബഅദിൻ വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങൾ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന വശം അവനും അവരിൽ പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച. ഇത് സൂറത്ത് മാഇദ 5-ാം അധ്യായത്തിലെ 51-ാം വചനമാണ്. അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയാണ്, അവിശ്വാസികളുമായുള്ള ബന്ധവിച്ഛേദനം ദീനിൻ്റെ വിഷയത്തിലാണ്, ദുനിയാവിൻ്റെ വിഷയത്തിലല്ല. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിദുള്ള പറഞ്ഞു, ഭൗതിക കാര്യങ്ങളിൽ അവിശ്വാസികളുമായി ബന്ധം വിച്ഛേദിക്കൽ അനിവാര്യമല്ല, മറിച്ച് നിരവധി കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. ഏതൊക്കെയത്? അവർ മുസ്ലിങ്ങളോട് വല്ല നന്മയും ചെയ്താൽ
അതിന് പ്രത്യുപകാരം ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല. അള്ളാഹു പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇതും സൂറത്ത് മുംതഹിനയിലെ 60-ാം അധ്യായം 8-ാം വചനാണ്. ഇനി മുസ്ലിമായ മകൻ അവിശ്വാസിയായ പിതാവിനോട് നന്മയിൽ വർത്തിക്കൽ നിർബന്ധമാണ്. എന്നാൽ അവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അയാളെ അനുസരിക്കരുത്. അള്ളാഹു പറഞ്ഞു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമൈനി അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫൻ വത്തബി സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിയുക്കും ഫഉനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ. മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. അവൻ്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ. എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കുചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത്. ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക. പിന്നെ എൻ്റെ അടുത്തേക്കാകുന്നു നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്. ഇത് സൂറത്തുൽ ലുഖ്മാന് 31-ാം അധ്യായം 14-15 വചനം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് കാണാം, മതപരമായ കാര്യത്തിലാണ് അവരുമായിട്ട് ബന്ധവിച്ഛേദനം, ദുനിയാവിൻ്റെ കാര്യത്തിലല്ല. ഇനി പിന്നെ ഏതാ കാര്യം? അവരുമായി വ്യാപാര ഇടപാടുകൾ നടത്തുന്നത് കൊണ്ടോ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളും ആയുധങ്ങളും മറ്റും വില കൊടുത്ത് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടോ കുഴപ്പമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസികളുമായി ഇടപാടുകൾ നടത്തിയിരുന്നു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലെ യഹൂദരായ ജനങ്ങളുമായി ഇടപഴകിയിട്ടുണ്ട്. വിളവെടുപ്പിൻ്റെ ഒരു വിഹിതത്തിന് പകരമായി കൊണ്ട് അവർക്ക് അവിടുത്തെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ ധാരണയുണ്ടാക്കി. ഇത് അവരുമായി ആത്മബന്ധം പുലർത്തലല്ല, മറിച്ച് പരസ്പരം ഭൗതികമായി ഉപകാരമെടുക്കൽ മാത്രമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഒരു യഹൂദനിൽ നിന്ന് തൻ്റെ പടയങ്കി പണയമായി നൽകിക്കൊണ്ട് കുറച്ച് ഭക്ഷണം കടമായി വാങ്ങി. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ തൻ്റെ പടയങ്കി ആ യഹൂദൻ്റെ അടുക്കൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി വാങ്ങിയ ഭക്ഷണത്തിന് പകരം പണയപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു. ഇതൊന്നും പ്രശ്നമുള്ളതല്ല, കാരണം ഇവയെല്ലാം ഭൗതികപരമായ ഉപകാരമെടുക്കലാണ്. അല്ലാതെ ഇതൊരിക്കലും ഹൃദയം തട്ടിയുള്ള സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നതല്ല. ഇതും അതും നിർബന്ധമായും വേർതിരിച്ചു മനസ്സിലാക്കണം. കാരണം ചില ആളുകൾ അവിശ്വാസികളോടുള്ള ബന്ധവിച്ഛേദനവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോഴേക്ക് അവരോട് ഒരു തരത്തിലും ഇടപഴകാൻ പാടില്ല എന്നും എന്നേക്കുമായി അവരുമായി ബന്ധവിച്ഛേദനം നടത്തുമെന്നും മനസ്സിലാക്കും. കാര്യം ഒരിക്കലും അങ്ങനെയല്ല. അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങൾക്കും നിബന്ധനകൾക്കും പരിധികൾക്കും വിധേയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അവരുടെ ക്ഷണം സ്വീകരിക്കുന്നതിലും അവരുണ്ടാക്കിയ അനുവദനീയമായ ഭക്ഷണം കഴിക്കുന്നതിലും ഒരു ദോഷവുമില്ല. അവിശ്വാസികളായ അയൽക്കാരോട് നന്മയിൽ സഹവസിക്കണം. കാരണം അയൽക്കാരോടുള്ള ഇസ്ലാം പഠിപ്പിച്ച അവകാശങ്ങൾ അവർക്കുണ്ട്. അവരോട് അന്യായമായോ അക്രമമായോ പ്രവർത്തിക്കൽ അനുവദനീയമല്ല. അള്ളാഹു പറഞ്ഞു, വലാ യജ്രിമന്നകും ശനാനു
ഖൗമി അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള അമർഷം നിങ്ങൾ അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ ഒരിക്കലും പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി പാലിക്കണം, അത് ഭയഭക്തിയോട് കൂടുതൽ അടുത്തതത്രേ. ഇത് സൂറത്ത് മാഇദ 5-ാം അധ്യായം 8-ാം വചനമാണ്. അപ്പോൾ ഇതാണ് ഷെയ്ഖ് ഫൗസാനിൻ്റെ ഷറഹിൽ പറയുന്നത്, ഉസൂലു സലാസൻ്റെ ഷറഹിൽ പറയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും.